AI ലോകത്ത് പുതിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കേരള പോലീസ് AI വെച്ചിട്ട് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ നാട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ക്രൈം ബ്രാഞ്ച് റെയ്ഡ് സെഷൻ എടുക്കാൻ വേണ്ടി ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു വർഷം മുൻപുള്ള ആകാശവാണിയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടായിരുന്നു എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടി ആ സമയത്ത് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് കേരള പോലീസും ക്രൈം ബ്രാഞ്ചും AI-യുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത്. ഇതായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തോട്ട്. അപ്പം കേരള പോലീസ് അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിനെ സംബന്ധിച്ചോളം ഏതൊക്കെ ലെവലിൽ AI-നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവർ ഏതൊക്കെ ലെവലിൽ AI യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനെക്കുറിച്ചായിരുന്നു ഞാനൊരു പഠനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ റിസർച്ച് എത്തി നിൽക്കുന്നുണ്ടായിരുന്ന എന്നെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കേസ് സ്റ്റഡിയിലേക്കായിരുന്നു എത്തിച്ചിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂരിൽ 2006 സംതിങ് ആയിട്ട് ഒരു മർഡർ കേസ് നടന്നിട്ടുണ്ടായിരുന്നു. 2 കുട്ടികളെ കൊലപ്പെടുത്തുന്നതായി വലിയൊരു മർഡർ കേസായിരുന്നു. അങ്ങനെ 2006 പ്രതി അന്ന് മുങ്ങുകയും പിന്നീട് പോലീസിന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്കറിയാം, ആ കാലഘട്ടത്തിലുള്ള ഇന്നത്തെ അത്ര ഡിജിറ്റൽ തെളിവുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസോ അല്ലെങ്കിൽ ന്യൂസോ മാധ്യമങ്ങളോ ഒന്നും അത്ര രീതിയിൽ ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പ്രതികളെ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു. എന്നിരുന്നാലും മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ അവർക്ക് പോസിബിൾ ആയില്ല. അങ്ങനെ 2025 സമയങ്ങളിൽ കേരള പോലീസിലെ ക്രൈം ബ്രാഞ്ചിലെ അടിപൊളിയായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള അടിപൊളി പോലീസുകാർ ഒരു പുതിയ വിദ്യ പുറത്തു കൊണ്ടുവന്നു. അതായത് നമ്മളൊക്കെ ഒരുപക്ഷെ ഇമേജ് ജനറേഷൻസ് വേണ്ടിയിട്ട് നമ്മളെ പല ഫോട്ടോസുകളും അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഫോട്ടോസുകളൊക്കെ ജനറേറ്റ് ചെയ്യാറുണ്ടാവും അല്ലേ. സോ സെയിം ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്തു, 2025 ആ പ്രതി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെയാവും ഉണ്ടാവുക എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് അവർ കൊണ്ടുവന്നു. അതായത് ആ പ്രതി, അവരുടെ ഓൾറെഡി ആ പ്രതിയുടെ ഫോട്ടോ ഉണ്ട്, ആ പ്രതി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഇമേജ് ജനറേറ്റ് ചെയ്തു. ആ പ്രതി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നുള്ളത്. അങ്ങനെ അവർ ഇമേജ് ജനറേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളൊക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മളെ ഫോട്ടോസുകൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ അവർ സോഷ്യൽ മീഡിയ അടിസ്ഥാനമാക്കി നല്ല രീതിയിലുള്ളൊരു തിരച്ചിൽ നടത്തി. അങ്ങനെ ഒരു പ്രതിയുടെ ഒരു ഈ ഫോട്ടോവുമായിട്ട് ജനറേറ്റ് ചെയ്ത ഫോട്ടോവുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പേഴ്സണെ അവർക്ക് ഫേസ്ബുക്കിലെ ഒരു കല്യാണ ഫോട്ടോയിൽ നിന്ന് കാണുകയും അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് അറൗണ്ട് 90% ആക്യുറസി ഉണ്ടായിരുന്നു ആ ഫോട്ടോയും തമ്മിൽ. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് പ്രതി അദ്ദേഹമായിരുന്നു. അപ്പം 2024-25 സമയത്താണ് പിന്നീട് ആ പ്രതിനെ എന്ത് ചെയ്യുന്നുള്ളത്, പിടിക്കുന്നുള്ള. അപ്പം കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു AI യൂസ് ചെയ്തുകൊണ്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതേ രൂപത്തിൽ പല കേസുകളും ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയർ ബൈ ഡേയ്സിലായിട്ട് കാസർഗോഡ് ജില്ലയിൽ തന്നെ 25 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വൈഫിനെ കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലെവലിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമ്മൾ AI യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളെ കയ്യിലുള്ള ടൂൾ നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോണ്ടുകളും. ഒരു പക്ഷേ നിങ്ങൾ AI-നെ യൂസ് ചെയ്യുന്നുള്ള ഒരു പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാനും അല്ലെങ്കിൽ ചെറിയ ഡൗട്ടുകൾ തീർക്കാനും വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതല്ല AI-യുടെ കപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് AI വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് AI വെച്ച് ചെയ്യുന്നുള്ളത് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കാരണം നമ്മൾ പുതിയ ഒരു സീരീസാണ്, ഒരുപാട് ചേഞ്ചസുകൾ ഇനിയിട്ടുണ്ടാവും, പുതിയ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ടാവും. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുള്ള സജഷൻസ് കാര്യങ്ങളെല്ലാം ഇതമായി എല്ലാ പോസിറ്റീവ് സൈറ്റിലൂടെയും ഞാൻ എന്തായിരിക്കുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇറ്റ്സ് മീ ആൻസർ, ഫൗണ്ടർ ആൻഡ് CEO നോട്ട് AI എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് AI EdTech സ്റ്റാർട്ടപ്പാണ്. 1,00,000 ആളുകളെ AI പഠിപ്പിക്കുക എന്നുള്ളതാണ് നോട്ട് AIയുടെ ഏറ്റവും വലിയ മൂവ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി ഒരു 45,000-ഓളം ആളുകളെ കവർ ചെയ്തു. അറൗണ്ട് ഒരു 650-ഓളം സെഷൻസ് നമുക്ക് എടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്.